പ്രേംകുമാറിൻ്റെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻഷിപ്പ് പോയതുമായി ബന്ധപ്പെടുത്തി ആരും പറയാത്ത ചില കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അത് പ്രേംകുമാർ സൂചിപ്പിച്ചു, പക്ഷേ എങ്കിലും സൂചന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും പ്രേംകുമാർ പുറത്താകാൻ കാരണമെന്താണ്? പ്രേംകുമാർ ആശാസമരത്തിന് പിന്തുണച്ചില്ല. പ്രേംകുമാർ ആശാസമരത്തിൽ പങ്കെടുത്തില്ല. സെക്രട്ടേറിയറ്റ് നടയിൽ പോയില്ല. പ്രേംകുമാർ ആകപ്പാടെ ചെയ്തൊരു തെറ്റ്, അത് തെറ്റാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഞാനിനി പറയുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ച് കെ.എസ്.യുക്കാരനായി മത്സരിച്ച് കോളേജിലൊക്കെ മത്സരിച്ച പ്രേംകുമാർ കോൺഗ്രസ് കുടുംബമാണ്. ആ പ്രേംകുമാർ പി കൃഷ്ണപിള്ള എന്ന് പറയുന്ന പഴയ കമ്മ്യൂണിസ്റ്റുകാരനായ പാമ്പ് കടിച്ചു മരിച്ചു എന്നും വിശ്വസിക്കപ്പെടുന്ന, ശരിക്കു പറഞ്ഞാൽ കൊന്നതാണെന്നും പറയുന്നുണ്ട്. സി പി എംകാരുടെ ഒരു രക്തസാക്ഷി സ്വയം ഉണ്ടാക്കിയെടുത്തതാണെന്നൊക്കെ പറയുന്നുണ്ട്. പോട്ടെ, പി കൃഷ്ണപിള്ളയുടെ മരണം നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് എങ്ങും എത്തത്തില്ല. ആ പി കൃഷ്ണപിള്ള, സഖാവ് പി കൃഷ്ണപിള്ളയുടെ ചെറുപ്പമായിരുന്നു മരിച്ച പി കൃഷ്ണപിള്ളയുടെ അതേ റോൾ അഭിനയിച്ചപ്പോൾ ഒരു ആഭിമുഖ്യം ഇടതുപക്ഷത്തിനോട് ആർക്ക് തോന്നി? നമ്മുടെ പ്രേംകുമാറിന് തോന്നി. പ്രേംകുമാർ ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാനും അദ്ദേഹം പങ്കെടുത്ത പരിപാടികളിൽ ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്, മ്യൂസിയത്തും പല സ്ഥലങ്ങളിലും. അദ്ദേഹം ഒരു മനുഷ്യപ്പറ്റുള്ള മനുഷ്യനാണ്. നിരാലംബരായ, നിരാശരായ പാവങ്ങളുടെ, പട്ടിണിപ്പാവങ്ങളുടെ, സ്ത്രീകളുടെ, കുട്ടികളുടെ ഒരു ശബ്ദമായി അദ്ദേഹത്തിന് നിൽക്കാൻ ആഗ്രഹമുള്ള ആളാണ്. പക്ഷേ നമ്മുടെ വരേണ്യവർഗം, ഞാൻ എപ്പോഴും കേരളത്തെ ചിത്രീകരിക്കുന്നത് എൻ്റെ നിരീക്ഷണം, ഒരു വരേണ്യവർഗം സിനിമാ നടനായിട്ട് പോലും പ്രേംകുമാറിനെ അംഗീകരിച്ചിട്ടില്ല. ഒരു കോമാളി നടൻ, അല്ലെങ്കിൽ ഒരു കോമാളിത്തം പറയുന്ന ഒരു ഒരു വളരെ സെക്കൻഡ് ഗ്രേഡിലുള്ള ഒരു നടൻ, അല്ലാതെ ഒരു ഫസ്റ്റ് ഗ്രേഡ് നടനായി നമ്മുടെ പൊതുസമൂഹമോ സിനിമാ ലോകമോ പ്രേംകുമാറിനെ അംഗീകരിച്ചിട്ടില്ല. അത് നമ്മുടെ വരേണ്യവർഗ ചിന്തയുടെ ഒരു കുഴപ്പമാണ്. ഈ വരേണ്യവർഗം എന്ന് പറഞ്ഞാൽ ജാതിയല്ല കേട്ടോ, ബ്രാഹ്മണൻ, നമ്പൂരി, നായർ, ജാതിയല്ല. നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ബിംബബോധമുണ്ട് മലയാളിക്ക്. ഒരു വരേണ്യവർഗത്തിനുള്ള എല്ലാ കാര്യത്തിലും നമ്മളൊരു രണ്ടുണ്ട്. ഇപ്പോൾ IAS എടുത്താലുമുണ്ട്. ഒരു ഗ്ലോറിയസ് IASകാരുണ്ട്, ഒന്നിനും കൊള്ളാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത IASകാരുണ്ട്. എല്ലാത്തിലും ഉണ്ട്. നമ്മളങ്ങനെയുണ്ട്. സിനിമയിൽ, നാടകത്തിൽ, പിന്നെ എന്താണ് നമ്മുടെ പത്രരംഗത്ത്, എവിടെ എടുത്താലും ഉണ്ട്. ഒരു നന്നായി റിപ്പോർട്ട് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് പത്രങ്ങളിൽ. പക്ഷേ ചില ആളുകളെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുള്ളൂ. നന്നായി പ്രസൻറ്റ് ചെയ്യുന്ന എത്രയോ പ്രസൻറ്റർമാരുണ്ട് നമ്മുടെ യൂട്യൂബ് നമ്മുടെ മീഡിയകളിൽ, ചാനലുകളിൽ, ന്യൂസ് ചാനൽ. പക്ഷേ ചിലരെ നമ്മൾ ബിംബങ്ങളാക്കി പ്രൊജക്റ്റ് ചെയ്യും. ആ ബിംബത്തിൽ വരാത്തൊരാളാണ് പ്രേംകുമാർ. ഇനി രണ്ടാമത്, പ്രേംകുമാർ ചില ലേഖനങ്ങൾ എഴുതി. കർഷക സമരത്തിൽ അദ്ദേഹം കർഷക സമരത്തിനെ അതിനെ അനുകൂലിച്ചുകൊണ്ടും ഒക്കെ ചില ലേഖനങ്ങൾ കേരള കൗമുദിയിൽ എഴുതി, എഡിറ്റോറിയൽ പേജിൽ. ഞാനും ആ ലേഖനം വായിച്ചതാണ്. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ പ്രേംകുമാറിനെ വിളിക്കുന്നു. ചലച്ചിത്ര നടനാണ്, അപ്പോൾ അദ്ദേഹം കലാകാരനാണ്. അങ്ങനെയാണെങ്കിൽ ചലച്ചിത്ര അക്കാദമിയുടെ ഒരു വൈസ് ചെയർമാൻഷിപ്പ് കൊടുക്കുന്നു പ്രേംകുമാർ. ഇത് പഴയ ഫ്ലാഷ് ബാക്ക്. ഇനി എവിടെ വെച്ചാണ് പ്രേംകുമാറിന് അപകടം പറ്റിയത്? പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമിന് ചെയർമാനാക്കിയ നിമിഷം ഞാൻ ചാനലിൽ കണ്ടു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ അറിയാതെ പറഞ്ഞു, ഇയാൾക്ക് ആയുസില്ല. കാരണം ഇയാൾ വരേണ്യവർഗത്തിൻ്റെ താഴെയാണ്. ഇയാളെ കൊല്ലും, അകത്തുനിന്ന് തന്നെ ഇയാളെ കൊല്ലും. CPM അകത്തുനിന്നല്ല, ചലച്ചിത്ര അക്കാദമിക്ക് അകത്തുനിന്ന് തന്നെ ഇയാളെ കൊന്നിരിക്കും. കാരണം വരേണ്യവർഗത്തിനുള്ളതാണ് അതൊക്കെ, സാധാരണ ആളുകൾക്കുള്ളതല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മസ്കറ്റ് ഹോട്ടലിൽ ഒരു പരിപാടി നടക്കുന്നു. മാനവികതയാണ് വിഷയം. എന്ത് മാനവികത? മാർക്സിലും മായുണ്ട്, മാനവികതയിലും മായുണ്ട്. അതുകൊണ്ട് മാർക്സിസം ഈസ് ഈക്വൽ ടു മാനവികതയാകുമോ? ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കൊന്നിട്ടുള്ളത്, ആത്മാവിൽ ജനാധിപത്യമില്ലാത്തത്, സോഷ്യലിസത്തെക്കുറിച്ച് പറയുന്നത് സോഷ്യലിസവും പ്രവർത്തിക്കുന്നത് തോന്നിയവാസവും, അങ്ങനെ മാനവികത എന്ന് പറഞ്ഞാൽ വാക്കുച്ചരിക്കാൻ അർഹതയില്ലാത്ത പാർട്ടിയാണ് CPMഉം ഇടതുപക്ഷ പാർട്ടികൾ. അവർക്ക് അതിനൊന്നും അർഹതയൊന്നുമില്ല. ഇന്ത്യയിൽ ലോകത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് നിൽക്കുന്നില്ല. കാരണം സിദ്ധാന്തവും പ്രയോഗമായിട്ടാണ്. സിദ്ധാന്തത്തിൽ ഇതൊക്കെ പറയാം, പക്ഷെ പ്രയോഗത്തിൽ അന്യനെ കൊല്ലുക, ഇഷ്ടമില്ലാത്തവരെ എതിർക്കുക, ഇഷ്ടമില്ലാത്തവരെ കൊല്ലുക, നമ്മൾക്കൊരു അപ്പർ ഹാൻഡ് കിട്ടിയാൽ വേറൊരാളിനെ അവിടെ ഒരു പുൽനാമ്പ് പോലും അവിടെ വളരാൻ അനുവദിക്കാതിരിക്കുക, ഇതൊക്കെയാണ് കയ്യിരിപ്പ്. എന്നിട്ട് മാനവീയത പറയുന്നതിനകത്ത് കാര്യമില്ല. അത് നമ്മൾ ഇപ്പോഴത്തെ വീഡിയോ വിഷയമല്ല, അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുന്നു. അങ്ങനെ മസ്കറ്റ് ഹോട്ടലിൽ നടന്ന ഒരു പരിപാടി, സ്വകാര്യ പരിപാടിയാണ് CPMൻ്റെ. അവിടെ MA ബേബി വരുന്നു.
എം എ ബേബി ജനറൽ സെക്രട്ടറി ആയ സമയമാണ്. പ്രേംകുമാർ ചെന്ന് പരിചയം അറിയാം, എന്നാൽ ഒന്നുകൂടി പരിചയം പുതുക്കുന്നു. പ്രേംകുമാർ അപ്പോൾ പറഞ്ഞു, ചെവിയിൽ പറയും പോലെ പറയുകയാണ്, ആശാ വർക്കേഴ്സിൻ്റെ സമരം നമ്മൾ ഇത്രയും ദിവസമായില്ലേ, അത് സഹാവെന്ന് പാർട്ടിയോട് പറഞ്ഞ് സി എമ്മിനോട് പറഞ്ഞ് അതൊന്ന് ചർച്ച ചെയ്യണം. അവരെ വിളിച്ചൊന്ന് ചർച്ച ചെയ്ത് ആ പ്രശ്നമൊന്ന് കാരണം എത്രയോ ദിവസമായി അവരവിടെ തെരുവിൽ കിടക്കുന്നു. സ്ത്രീകളായിട്ടുള്ള നിസ്വരായിട്ടുള്ള നിശബ്ദരായിട്ടുള്ള സ്ത്രീകളോടുള്ള ഒരു സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം പ്രേംകുമാർ പറഞ്ഞതാണ്. അല്ല, പ്രേംകുമാർ ഇടതുപക്ഷ വിരുദ്ധനായില്ല, CPM വിരുദ്ധനായില്ല, ആശാ വർക്കേഴ്സിന് സമരത്തിന് പോയില്ല, ഒന്നും ചെയ്തില്ല. ഇത് സ്വകാര്യമായി പറഞ്ഞു. എം എ ബേബി തലയാട്ടി ചെയ്യാമെന്നും പറഞ്ഞു. കേട്ടോണ്ട് നിന്ന ആള് ഇത് റെക്കോർഡ് ചെയ്തു. ആ ചതിയൻ ആരാണ്, അല്ലെങ്കിൽ ചതിച്ചി ആരാണ്? അവർ അതെടുത്ത് പുറത്തു കൊടുത്തു. പിറ്റേ ദിവസത്തെ പത്രങ്ങൾക്ക് കൊടുത്തു. പത്രങ്ങൾ വലിയ വാർത്തയാക്കിയാൽ സ്വാഭാവികമായിട്ടും എം എ ബേബിക്ക് നിഷേധിക്കാൻ പറ്റുമോ? പ്രേംകുമാറിന് നിഷേധിക്കാൻ പറ്റുമോ? സ്വകാര്യമായി എത്ര ആളുകളാണ് ഇതുപോലെ സംസാരിക്കുന്നത്? എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന CPM-ലെ ഒരുപാട് നേതാക്കൾ, CPI-യിലെ നേതാക്കൾ വളരെ കൃത്യമായി സ്വകാര്യമായി പല പരിപാടികളിലൊക്കെ വെച്ച് കാണുമ്പോൾ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, ആശാ വർക്കേഴ്സിൻ്റെ സമരം ഒത്തുതീർപ്പാക്കേണ്ടതാണ്. അവരുടെ ഡിമാൻഡ് ഈസ് ജെന്യുവൻ. SCCA നടത്തുന്നോ, മിനി നടത്തുന്നോ, അല്ലെങ്കിൽ സ്ത്രീകൾ നടത്തുന്നോ, CPM-നും AITC-ക്കും CIT-നും INTC-ക്കും താല്പര്യമില്ലാത്തവർ നടത്തും, അതൊക്കെ വേറെ വിഷയം. അതൊക്കെ പൊളിറ്റിക്കൽ സബ്ജക്റ്റുകളാണ്. പക്ഷേ അവർ ഉയർത്തുന്ന ന്യായമാണ് അവരുടെ ആവശ്യം എന്ന് ഇടതുപക്ഷക്കാരായിട്ടുള്ള എഴുത്തുകാർ, ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ, ശക്തമായി ഇടതുപക്ഷത്തിന് മാത്രം വോട്ട് ചെയ്ത് ശീലിച്ചിട്ടുള്ളവർ ഒരുപാട് പേര് അവർക്ക് ആ സമരത്തിന് അനുകൂലിച്ച് സംസാരിച്ചു. അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് ഒരു നിർദോഷമായ, ഒരു നിഷ്കാമമായ, യാതൊരു ഉപദ്രവമില്ലാത്ത ഒരു കാര്യം സഖാവ് പാർട്ടി ജനറൽ സെക്രട്ടറി ആയല്ലോ. അപ്പോൾ സെക്രട്ടേറിയറ്റ് നടയിൽ 100 ദിവസം കുറേ സ്ത്രീകൾ കിടക്കുന്നുണ്ടല്ലോ, അവിടെ അവർക്ക് അവരുടെ ഒരു സമരം തീർപ്പാക്കാൻ CM-നോടൊന്ന് പറഞ്ഞ് അതിലൊരു ചർച്ച കൊണ്ടുവരണം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ധാർമ്മികമായ കടമയല്ലേ? എല്ലാവരുടെയും ഉള്ളിലുള്ളതാണ് പ്രേംകുമാർ പറഞ്ഞത്. അതിനെ ചതിച്ചു, വഞ്ചിച്ചു. പ്രേംകുമാറിൻ്റെ അടുത്ത് നിന്ന് ആര്? പ്രേംകുമാറിന് അറിയാമായിരിക്കും അതാരെന്ന്. ആരോ എന്നാണ് അദ്ദേഹം പറയുന്നത്, ആരെന്നറിയാമായിരിക്കും. ഇത് കേരളത്തിൻ്റെ ഒരു ശാപമാണ്. അത് പറയാനാണ്, അല്ല പ്രേംകുമാറിന് എന്ത് കിട്ടിയെന്നുള്ളതല്ല. ഗ്രൂപ്പ് രാഷ്ട്രീയം, ചതിയുടെ രാഷ്ട്രീയം, വഞ്ചനയുടെ രാഷ്ട്രീയം, കൂടക്കിടക്കുകയും കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന വളരെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ദുഷ്പ്രവണതകളുടെ ഒരു പറുദീസയാണ് മലയാളിയുടെ മനസ്സ്. ഒരാൾ നന്നാവുന്നത് കാണുന്നത് ഇഷ്ടമല്ല. ഒരാൾ അവരുടെ കഴിവ് കൊണ്ട് മാത്രം, മറ്റൊന്നും വേണ്ട, അവരുടെ സ്വന്തം കഴിവ് കൊണ്ട് മാത്രം ഏതെങ്കിലും പൊസിഷനിലെത്തിയാൽ, അല്ലെങ്കിൽ ഒരു അംഗീകാരം കിട്ടിയാൽ, ഒരു അവാർഡ് കിട്ടിയാൽ അത് മലയാളി ദഹിക്കില്ല, അവർക്ക് ഇഷ്ടപ്പെടില്ല. എന്ത് ന്യായം പറഞ്ഞിട്ടായാലും, എന്ത് തോന്നിവാസം കാണിച്ചിട്ടായാലും, ചതിച്ചിട്ടും വഞ്ചിച്ചിട്ടും ഇറക്കിയിരിക്കും. അപ്പോൾ പ്രേംകുമാർ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായതിൻ്റെ അന്ന് തന്നെ ആരൊക്കെയോ തീരുമാനിച്ചു ഇവനെ വെട്ടണം. ആ വെട്ടാൻ തീരുമാനിച്ചവർ വേട്ടപ്പട്ടികളെപ്പോലെ പ്രേംകുമാറിൻ്റെ പിറകേ ഉണ്ടായിരുന്നു, ക്യാമറയുമായി, മൊബൈലിൽ. അവർ പണിഞ്ഞു, പ്രേംകുമാർ വീണു. ശരിക്കും എം എ ബേബിയാണ് പ്രേംകുമാറിനെ രക്ഷിക്കേണ്ടിയിരുന്നത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാഖി രാമാനം പറഞ്ഞു വിട്ടപ്പോൾ, അപമാനിച്ചിറക്കിയപ്പോൾ എം എ ബേബി തീർച്ചയായിട്ടും ഇടപെടണമായിരുന്നു. എം എ ബേബി ഇടപെട്ട് അങ്ങനെ ചെയ്യരുത് എന്നോട് സ്വകാര്യമായി പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം, പ്രേംകുമാർ. അല്ലാതെ പ്രേംകുമാർ ആശാസമരത്തിന് പോയിട്ടില്ല, അതിൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് എം എ ബേബി പറഞ്ഞിരുന്നു. എം എ ബേബി എന്തുകൊണ്ട് നിശബ്ദനായി? എം എ ബേബി ആരാണ് എം എ ബേബിയെ നിശബ്ദമാക്കിയത്? ഇത് മാനവികതയുടെ ചർച്ച നടന്ന വേദിയിൽ ഇങ്ങനെ മാനവ വിരുദ്ധമായ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ എം എ ബേബി മറുപടി പറയാൻ ബാധ്യതയുണ്ട്.